ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് മുരിങ്ങക്കോൽ വെച്ചൊരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. ഇപ്പം മുരിങ്ങക്കോലിൻ്റെയൊക്കെ സീസണാണ്, അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും മുരിങ്ങക്കോൽ കിട്ടാനുണ്ട്. വളരെ വില കുറവുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊരു അടിപൊളി ഐറ്റമാണ്. നല്ല ചൂടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് മുരിങ്ങക്കോൽ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു മുരിങ്ങക്കോൽ പീസിന് ഞാൻ 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി അതൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവോള വളരെ കനം കുറച്ചരിഞ്ഞതാണ്, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ഇനി അടച്ച് വെച്ചൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതെ നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. കുറച്ച് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കതൊന്ന് പതുക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. മുരിങ്ങക്കോലിൻ്റെ അളവിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 1-2 ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്നൊന്ന് ചതച്ചെടുക്കണം. ഒത്തിരി അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ചുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. തേങ്ങയൊക്കെ ഒന്ന് പിടിച്ച് വരുന്നവരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അടിപൊളി മണമാണ് കേട്ടോ ഇതെല്ലാം ചേർത്ത് വരുമ്പോൾ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.